ശ്രീ പി കൃഷ്ണദാസ്, വനിതകൾക്ക്, യുവാക്കൾക്ക്, മധ്യവർഗത്തിന്, അതോടൊപ്പം കർഷകർക്ക് ഇവരെയൊക്കെ തുണയ്ക്കുന്ന ഒരു ബജറ്റായിരിക്കണം. സർവ്വ മേഖലയെയും പ്രതിനിധീകരിക്കണം. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യമേഖല, വിദ്യാഭ്യാസം, ഇവയെല്ലാം തുണയ്ക്കുന്ന ഒരു ബജറ്റ് തന്നെ ആയിരിക്കും ഇത്തവണത്തേത്. അതിനുതകുന്ന രീതിയിലുള്ള സാമ്പത്തിക സർവേ റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അത് തന്നെ ആയിരിക്കുമെന്നല്ലേ പ്രതീക്ഷിക്കേണ്ടത്? ബഹുമാനപ്പെട്ട രോഹിണി, കഴിഞ്ഞ 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ ഏത് ബജറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, പ്രത്യേകിച്ച് MSME സെക്ടറിനെ സംബന്ധിച്ച് സ്ത്രീകളുടെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിൻ്റെ കാര്യത്തിൽ കർഷകർക്ക് 6000 രൂപ വെച്ച്, ഇപ്പോൾ നേരത്തെ നമ്മുടെ ഒരു പാനലിസ്റ്റ് സൂചിപ്പിച്ചതുപോലെ അത് വർദ്ധിപ്പിക്കണമെന്നുള്ളത് അത് പരിഗണിക്കപ്പെടേണ്ടതാണെങ്കിൽ പരിഗണിക്കട്ടെ സർക്കാർ. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള കർഷകരിലേക്ക് പ്രതിവർഷം 6000 രൂപ 3 ടേമിലായി 2000 രൂപ വീതം അവർക്കൊരാശ്വാസ തുക എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ, അതുപോലെ തന്നെ MSME സെക്ടറിന് വേണ്ടി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ, അതിനുവേണ്ടി സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പാക്കേജുകൾ, മുദ്രാ ലോണുകൾ വഴി നേരത്തെ ബാങ്കിങ് മേഖലയിലുള്ള ഇൻട്രസ്റ്റ് കുറക്കുന്നതിനെക്കുറിച്ചാണ് നേരത്തെ ഒരു ചർച്ച വന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ അത് സാധാരണക്കാരിലേക്ക് കൂടുതൽ തൊഴിലവസരങ്ങളും സുസ്ഥിരമായിട്ട് വികസനത്തിനുള്ള സാധ്യതകളും ഉണ്ടാക്കുന്നതിനുള്ള സാഹചര്യമൊരുക്കി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, സാധാരണക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങുക എന്നുള്ളത് ഒരു കാലത്ത് അപ്രാപ്യമായിട്ടുള്ള സാഹചര്യമായിട്ട് നിലനിന്നിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിലുള്ള കുറവ്, അത് ഭയങ്കരമായി നേരിട്ടിരുന്ന ഒരു എക്കോണമിയാണ് നമ്മുടേത്. അതിൽ നിന്ന് മാറി നമ്മുടെ രാജ്യത്തെ സാധാരണക്കാർക്ക് സൗജന്യമായ അക്കൗണ്ടുകൾ തുടങ്ങി അതിലൂടെ അവരുടെ ട്രാൻസാക്ഷൻ നടത്താനുള്ള സാഹചര്യമൊരുക്കി. അതോടൊപ്പം തന്നെ നമ്മുടെ ഇക്കോണമിയിൽ വന്നൊരു പ്രധാനപ്പെട്ട മാറ്റം ഇക്കണോമിക് സിസ്റ്റത്തിലുണ്ടായിട്ടുള്ള മാറ്റമാണ്. അതിൽ സ്ലാബുകൾക്ക് മാറ്റം വന്നു. നമ്മുടെ ഇൻകം ടാക്സിൻ്റെ സ്ലാബിൽ മാറ്റം വരുത്തി. അത് കുറച്ചുകൂടി വർദ്ധിപ്പിക്കും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് ഈ വർഷത്തെ ബജറ്റിൽ. അതോടൊപ്പം തന്നെ നമ്മുടെ സേവന മേഖലയിൽ സ്വാഭാവികമായും ആരോഗ്യ മേഖല മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നേരത്തെ സർക്കാർ മേഖലയിലുണ്ടായിരുന്ന അതിൻ്റെ എക്സ്പെൻസ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ഏറ്റെടുത്തിരുന്ന ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ സേവന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ചെലവ്, അത് ഏകദേശം അതിൻ്റെ ഇരട്ടിയുമായി മാറിയിരിക്കുന്നു. അപ്പോൾ ആരോഗ്യ പരിരക്ഷ എന്നുള്ളത് ഒരു സർക്കാർ മേഖലയിൽ പ്രധാനമായും കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധാനമായി മാറി. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള ആരോഗ്യ മേഖലയിലെ പദ്ധതികളെല്ലാം തന്നെ 5 ലക്ഷം രൂപ വരെ സാധാരണക്കാർക്ക് സൗജന്യമായി അവരുടെ ആരോഗ്യ പരിരക്ഷ കിട്ടുന്ന സാഹചര്യമൊരുക്കി. അപ്പോൾ സർക്കാർ മേഖലയിൽ അത് കൂടുതൽ പരിപോഷിപ്പിച്ചു എന്നുള്ളത് തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിന് നമ്മുടെ വിഹിതം കുറഞ്ഞു എന്ന് പറയുമ്പോൾ, 15ാം ധനകാര്യ കമ്മീഷനിൽ നമുക്ക് കുറവുണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ, 10ാം ധനകാര്യ കമ്മീഷനെ കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ 15ാം ധനകാര്യ കമ്മീഷനിൽ കുറവുണ്ടായി എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിലുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുന്നേയില്ല. പക്ഷേ ആ കുറവ് വന്നതിന് 53,000 കോടി രൂപയുടെ പാക്കേജ് 3 ഘട്ടങ്ങളിലായി കേന്ദ്ര സർക്കാർ കേരളം അടക്കമുള്ള ആ തരത്തിൽ കുറവ് വന്നിട്ടുള്ള സംസ്ഥാനങ്ങൾക്കെല്ലാം, കേരളത്തിൻ്റെ കാര്യമാണ് ഞാൻ 53,000 കോടി പറഞ്ഞത്, മറ്റ് സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ ഷെയർ അനുസരിച്ച് കൊടുക്കാനുള്ള സാഹചര്യമൊരുക്കി. അപ്പോൾ സ്വാഭാവികമായും ഒരു ആനുപാതികമായി, പ്രത്യേകിച്ച് ടൂറിസം മേഖലയെ സംബന്ധിച്ച്, പിൽഗ്രിമേജ് ടൂറിസത്തെ സംബന്ധിച്ച് ആ തരത്തിലുണ്ടാകുന്ന പ്രത്യേകമായിട്ടുള്ള മേഖലകൾ, ഇപ്പോൾ ഡിജിറ്റൽ മേഖലയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കയറ്റുമതിയും വളർച്ചയും നേടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ BSE നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ സെൻസെക്സ് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു, സെൻസെക്സിൽ ലോകത്തിലെ തന്നെ 2ാമത്തെ രാജ്യത്തിലേക്ക് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ GDP-യിലേക്ക് ആ തരത്തിലേക്കുള്ള ഷെയർ കൊടുത്തിട്ടുള്ളത് 140% വർധനമുണ്ടായിട്ടുള്ളത്. അപ്പോൾ GDP-യിലേക്കുള്ള ഷെയറിൻ്റെ കോൺട്രിബ്യൂഷനിൽ പോലും ആ തരത്തിൽ വർധനമുണ്ടായിരിക്കുന്നു എന്നുള്ളത് ശുഭസൂചകമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും എല്ലാ സർവസ്പർശിയായിട്ടുള്ള മേഖലകളെയും കാണുന്ന അല്ലെങ്കിൽ പരിഗണന കിട്ടുന്ന, ഇപ്പോൾ നേരത്തെ 40% നമ്മളുടെ ബജറ്റ് അലോക്കേഷൻ്റെ പ്രത്യേകിച്ച് ചെലവായിട്ടുള്ളത് എന്ന് സൂചിപ്പിച്ചു. ഞാൻ എൻ്റെ ഒരു അനുഭവം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഒരു കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് നമ്മളുടെ ഈ തരത്തിലുള്ള എക്സ്പെൻസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് അതിൻ്റെ ഫണ്ട് അലോക്കേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബില്ലുകൾ മാറുന്നതോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എക്സ്പെൻസുകൾ കണക്കുകളിലേക്ക് വരുന്നത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ്. പ്രത്യേകിച്ച് മാർച്ച് മാസത്തിലാണ്, ഫൈനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിലാണ്.
അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ എത്ര പെർസെൻറ്റേജ് നാളിതുവരെയുണ്ട് 40% എന്നുള്ളതല്ല, എത്ര ഉപയോഗിക്കപ്പെട്ടു. ഇപ്പോൾ കേരളം പല ഘട്ടങ്ങളിലും പലപ്പോഴും നമ്മളുടെ ഫണ്ടുകൾ ലാപ്സാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകൾ പിന്നീട് അവതരിപ്പിക്കപ്പെടുമ്പോൾ നല്ലൊരു ശതമാനവും അത് ചെലവഴിച്ചുകൊണ്ട് അതിൻ്റെ പ്രത്യക്ഷത്തിൽ നമുക്ക് വികസനത്തിൻ്റെ മാതൃകകളും വികസനത്തിൻ്റെ രേഖകളും കാണാൻ കഴിയുന്നു എന്നതാണ്. ഇടപെടുന്നത് ഡോക്ടർ വിപിൻ കുമാറിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ വിപിൻ കുമാർ, വളരെ പെട്ടെന്ന് ഭാരതത്തെ മൂന്നാം സാമ്പത്തിക ശക്തിയാക്കാൻ ഉതകുന്ന പ്രഖ്യാപനങ്ങൾ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയല്ലേ? കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ ഫോക്കസ് ചെയ്ത ആ ഏരിയ, പ്രധാനപ്പെട്ട ഏരിയ ഒന്ന് പിന്നെ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക, പുതിയ നൈപുണി ശേഷി വികസിപ്പിക്കുക, പിന്നെ MSME വികസനം, പിന്നെ മിഡിൽ ഇൻകത്തിന് അപ്രോച്ച് ചെയ്യുക. ആ 4 പ്രധാനപ്പെട്ട കോർ സെക്ടറിൽ ആണ് കഴിഞ്ഞ വർഷത്തെ ബജറ്റ് ഐഡന്റിഫൈ ചെയ്തത്. അതാണ് വികസിത ഭാരതത്തിലേക്കുള്ള നാൾ വഴി എന്നാണ് കഴിഞ്ഞ വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് നിർമ്മല സീതാരാമൻ പറഞ്ഞത്. അവിടെ തന്നെ ഒരു സുസ്ഥിര വികസന വളർച്ചയ്ക്ക് ഈ മിഡിൽ ഇൻകം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒരു കോർ. മിഡിൽ ഇൻകം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ സോൾവ് ചെയ്തുകൊണ്ട് ഒരു സ്ട്രക്ചറൽ റിഫോംസ്, അതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. സ്ട്രക്ചറൽ റിഫോംസിനാണ് ഞാൻ പ്രതീക്ഷ കൽപ്പിക്കുന്നത്. ഒരു സ്ട്രക്ചറൽ റിഫോംസ്, ആ സ്ട്രക്ചറൽ റിഫോംസ് ഗ്രോത്ത് വിത്ത് ഈക്വിറ്റി ആയിരിക്കും. കാരണം ഒരു സൈഡിൽ നമ്മൾ സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരു പരിഗണന കൊടുക്കുന്നു, അതിന് ഒപ്പം നമുക്കൊരു കൃത്യമായ ഒരു സാമൂഹ്യ നീതി പുലർത്തിക്കൊണ്ടുള്ള ഒരു ബജറ്റ് ആയിരിക്കാം എന്നതാണ് എൻ്റെ പ്രതീക്ഷ. അതിലേക്കാണ് നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. അതെ, തീർച്ചയായും.